നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ വളരെ മോശം പ്രകടനമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുറത്തെടുക്കുന്നത്. നമുക്കറിയാം, അവസാനമായി കളിച്ച മത്സരത്തിൽ ചെൽസിയോട് അവർ പരാജയപ്പെട്ടിരുന്നു. അതിന് തൊട്ടു മുന്നേ നടന്ന മത്സരത്തിൽ അവർ സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാത്രമായി 12 തോൽവികൾ യുണൈറ്റഡ് വഴങ്ങിയിട്ടുണ്ട്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആരാധകർക്കിടയിൽ പ്രതിഷേധം ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് പരിശീലകൻ എറിക് ടെൻ ഹാഗിനെ പുറത്താക്കണം, അടുത്ത സീസണിലേക്ക് പുതിയ പരിശീലകനെ കൊണ്ടുവരണം എന്നൊക്കെയാണ് ആരാധകർ ആവശ്യപ്പെടുന്നത് എന്നുള്ളത് മാത്രമല്ല, ടെൻ ഹാഗിന്റെ സ്ഥാനം തെറിച്ചേക്കും എന്നുള്ള റൂമറുകൾ പോലും ഇപ്പോൾ സജീവമാണ്. പക്ഷെ ഇതെല്ലാം എറിക് ടെൻ ഹാഗ് തന്നെ നിഷേധിച്ചിട്ടുണ്ട്. അതായത് അടുത്ത സീസണിലും യുണൈറ്റഡിന്റെ പരിശീലകനായിക്കൊണ്ട് താൻ ഇവിടെ തന്നെ കാണും എന്നാണ് എറിക് ടെൻ ഹാഗ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്ക് ഒരു സംശയവുമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. എൻ്റെ ജോലിയിൽ മാത്രമാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ പ്രൊജക്റ്റിലാണ് എൻ്റെ ശ്രദ്ധയുള്ളത്. ഇവിടെ തുടരുന്നത് ഞാൻ ശരിക്കും ഇഷ്ടപ്പെടുന്നു. ഞാൻ ഇത് ആസ്വദിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചാലഞ്ചാണ്. എപ്പോഴും എല്ലാം ശരിയായി സംഭവിക്കണമെന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നമുക്ക് എപ്പോഴും ലഭിക്കണം എന്നില്ല. പക്ഷെ ഞങ്ങൾ ശരിയായ ദിശയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് ഞങ്ങൾ എത്തുക തന്നെ ചെയ്യും. ഇതാണ് യുണൈറ്റഡ് പരിശീലകനായ ടെൻ ഹാഗ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ ലിവർപൂളിനെയാണ് നേരിടുക. നാളെ രാത്രി ഇന്ത്യൻ സമയം 8 മണിക്കാണ് ഈ ഒരു പോരാട്ടം നടക്കുക. നേരത്തെ FA കപ്പിൽ 2 ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. അന്ന് 3-നെതിരെ 4 ഗോളുകൾക്ക് ലിവർപൂളിനെ പരാജയപ്പെടുത്താൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സാധിച്ചിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.